കീരമ്പാറയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും നിർമ്മാണ ജോലികൾ ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ആനശല്യം രൂക്ഷമായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വാഗ്ദാനങ്ങളല്ല, ജീവൻ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്. കീരമ്പാറ പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാനക്കൂട്ടം നിത്യവും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നാട്ടുകാരുടെ നിരന്തര പരാതികളെ തുടർന്ന് കീരമ്പാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ 93.70 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് 8.5 കിലോമീറ്റർ ദൂരത്തിൽ കീരമ്പാറ പഞ്ചായത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഒക്ടോബർ 26-ന് വനമന്ത്രി AK ശശീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും നിർമ്മാണ ജോലികൾ ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ഇപ്പോഴും വെറും വാഗ്ദാനം മാത്രമായി നിലനിൽക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വാഗ്ദാനമല്ല, ജീവൻ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫും കീരമ്പാറ ജനകീയവേദി നേതാവ് ജോളി ഐസക്കും പറഞ്ഞു. ഒക്ടോബർ 26-ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി ഈ ഏരിയയിൽ ഭൂതത്താങ്കെട്ട് മുതൽ കുട്ടിക്കൽ തട്ടേക്കാട് ഓവുങ്കൽ വരെ ഏതാണ്ട് 8.5 കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 മാസം മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാണ്. പക്ഷേ ആ ഉദ്ഘാടന കർമ്മം അങ്ങനെ തന്നെ ആ ഉദ്ഘാടന കർമ്മ ചടങ്ങായി മാത്രം മാറിയതല്ലാതെ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുവാനോ അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുവാനോ ഇതുവരെയായിട്ടും വനംവകുപ്പ് തയ്യാറായിട്ടില്ല. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വനമില്ല. ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്കുള്ള 3.78 സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷനാണ്. അതായത് ശാസ്ത്രീയമായി ഒരു ആനയ്ക്ക് വസിക്കണമെങ്കിൽ 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നിരിക്കെ ഈ നിസ്സാരമായ സ്ഥലത്ത് 7-8 ആനകൾ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനവാസ മേഖലകളിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടമ്പഴിക്ക് പോകുന്ന റോട്ടിലും ദൈനംദിനം ആനകൾ വിരഹിക്കുകയാണ്. ഇനി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണോ നിങ്ങൾ ഇവിടെ ഫെൻസിങ് ആരംഭിക്കുകയുള്ളൂ? കാരണം ജനങ്ങൾ മടുത്തൂടെ. ഈ വാഗ്ദാനങ്ങളല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ സുരക്ഷയാണ് ആവശ്യം. ഈ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നതാണ് ആവശ്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹാങ്ങിംഗ് ഫെൻസിങ് ഞങ്ങൾക്കറിയാം. ഹാങ്ങിംഗ് ഫെൻസിങ് ഒരു പരിഹാര മാർഗമല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ട്രഞ്ച് തത്വമാണ് ആവശ്യപ്പെടുന്നത്. വനംവകുപ്പ് മന്ത്രിയുടെ മുട്ടായുക്തി ന്യായങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇനി ഈ ഫെൻസിങ്ങിന്റെ കേസിൽ അടിയന്തരമായിട്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവും ഉപരോധവുമായി പോകാൻ മാത്രമാണ് ഞങ്ങളോട് ജനങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വേനൽ കടുത്തോടുകൂടി ആനകളെല്ലാം വെള്ളത്തിനും ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി നമ്മുടെ ഈ പുഴന്തീരത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴയുടെ തീരത്തൂടെയുള്ള ഫെൻസിങ് ആണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ച് അത് പാസ്സാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട DFO ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഫെൻസിങ്ങിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് അതിൻ്റെ പേപ്പറുകൾ കൊടുത്തു. പോലീസ് അസോസിയേഷനാണ് അതിൻ്റെ ടെൻഡർ എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 1 വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിങ് സംവിധാനം 1 വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇവിടെ ആനകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടേക്കാട് പുന്നേക്കാട് റോഡിലെ വഴിവിളക്ക് എത്രയും വേഗം തെളിയിക്കണം. ഇല്ലെങ്കിൽ ഇനിയും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുക മാത്രമല്ല ആൾഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.